بسم الله الرحمن الرحيم. إلى حضرة النبي المصطفى محمد صلى الله عليه وسلم، وإلى حضرة شيخنا ومربينا وقدوتنا الشيخ محمد بن الشيخ محمد القادري الجشتيجادي قدس الله رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തപ്പെട്ട മഹാന്മാരുടെ യഥാർത്ഥ മുറബിയായ മശായിഖന്മാരുടെ മഖ്ബൂലായ മുരീദന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കലിമത്ത് തൗഹീദിൻ്റെ വഴിയിലായി അന്ത്യനിമിഷം വരെ കാലിടറാതെ പതറാതെ ചിതറാതെ നിലകൊള്ളാനുള്ള യഖീനും കരുത്തും ഈമാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാന്മാരെ ആദരിക്കേണ്ടതുപോലെ ആദരിക്കുകയും അദബ് കാണിക്കേണ്ടതുപോലെ അവരോട് അദബ് കാണിക്കുകയും ചെയ്യുന്ന അവരുടെ ഇഷ്ടപ്പെട്ട മുരീദന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ല അദബ് കേടുകളും വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹക്കിനാൽ നമുക്കത് പുറത്തു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തു ആല ഇമ്രാനിലെ ഒരു ആയത്തിൻ്റെ വിശദീകരണമാണ് പറയാൻ പോകുന്നത്. തഫ്സീർ അൽ ബഹറുൽ മദീദ് في تفسير القرآن المجيد لأبي العباس أحمد بن محمد بن عجيبة رحمة الله عليه. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ച സാലിക്കീങ്ങളായ മുരീദന്മാരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ പറയുന്ന ബാഹ്യമായ അർത്ഥങ്ങൾക്കപ്പുറം ഓരോ ആയത്തിൻ്റെയും ത്വരീഖത്തിൻ്റെയും ഹഖീഖത്തിൻ്റെയും ആശയങ്ങളെ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു തഫ്സീറാണ് മഹാനരായ ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടേത്. ഓരോ ആയത്തുകൾ പറയുമ്പോഴും ആ ആയത്തിനെ തുടർന്നു വരുന്ന മഹാന്മാരുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഹഖീഖത്തിൻ്റെ വശം വിശദീകരിക്കുന്ന വളരെ ബൃഹത്തായ ഒരു തഫ്സീറാണ്. അതിലൊരായത്തിൻ്റെ വിശദീകരണത്തിൽ മഹാനവറുകൾ ഇങ്ങനെയാണ് പറയുന്നത്: മാ കാന ലി ബശരിൻ അൻ യുഅ്തിയഹുല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ. ഏതെങ്കിലും ഒരു മനുഷ്യന് നുബുവത്തും ഹിക്മത്തും ഗ്രന്ഥവും നൽകപ്പെട്ടു, എന്നിട്ട് അവർ ജനങ്ങളോട് പറയുക കൂനു ഇബാദല്ലി മിൻ ദൂനില്ല, എൻ്റെ അടിമകളായി നിങ്ങൾ മാറൂ എന്ന് പറയുക എന്നുള്ളത് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. വലാകിൻ, പക്ഷേ അവർ പറയുക കൂനു റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ, നിങ്ങൾക്ക് പഠിപ്പിച്ച
ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞ ആളായി മാറണം എന്നുള്ള ഉപദേശവും നിർദ്ദേശവും വാക്കുകളും പ്രവൃത്തികളുമായിരിക്കും അവരിൽ നിന്ന് വരിക. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനരായ ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് നോക്കൂ. അൽ ഇഷാറത്തു മാസാലൽ ഫുഖറാഉ, ഫഖീറന്മാരായിട്ടുള്ള ആളുകൾ. ഫഖീറന്മാരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ മുരീദന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ച ഫഖീറുൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ദാഹിച്ച് മോഹിച്ച് നടക്കുന്ന സാലിക്കീങ്ങളായ ആളുകളെ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് ഫുഖറ. അങ്ങനെയുള്ള മുരീദന്മാരായ ഫഖീറന്മാർ യുഅല്ലിമൂന അശ്യാഖഹും, അവരുടെ ശൈഖന്മാരെ ആദരിക്കുന്നു. വയുബാലിഗൂന ഫീ ദാലിക, അവരുടെ ഗുരുക്കന്മാരെ മശായിഖന്മാരെ ആദരിക്കുന്നു എന്ന് മാത്രമല്ല, അതിൽ അവർ മുബാലഗത്ത് ചെയ്യുന്നു, വളരെയേറെ ശക്തിയുക്തം അവരാദരിക്കുന്നു. എത്രത്തോളം ആദരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാനരായ ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്, ഹത്താ യുഖബ്ബിലൂന അർജുലഹും, അവരുടെ കാൽപാദങ്ങൾ അവർ ചുംബിക്കുകയും, വത്തുറാബ ബൈന ഐദീഹിം, അവരുടെ കാൽപാദത്തിൻ്റെ ചുവട്ടിലുള്ള മണ്ണും ചുംബിക്കുന്നിടത്തോളം മഹാന്മാരായ മശായിഖന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു പോന്നിട്ടുണ്ട്. വയജ്തഹിദൂന ഫീ ഖിദ്മതിഹിം, അവർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുത്ത് ജീവിക്കുന്നതിൽ, ലാഹിറം വബാത്തിനെ പ്രത്യക്ഷമായും പരോക്ഷമായും അടുത്തായാലും ഹദറത്തിലായാലും ഹദറത്തിലല്ലെങ്കിലും അവരുടെ ഖിദ്മത്തിലായി പരിശ്രമിക്കുന്നവർ, അങ്ങനെയുള്ള നിരന്തരമായിട്ട് ആ ഒരു സംഗതി നടന്നു പോയിട്ടുണ്ട്. ഫഇദാ റആഹുമുൽ അശ്യാഹു, മശായിഖന്മാർ ഇങ്ങനെ തങ്ങളെ ഇത്ര അതിരറ്റ് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ സക്കത്തു അൻഹു, അവർ മൗനമാണ് പാലിക്കുന്നത്. ലിഅന്ന ദാലിക ഹുവ റിബ്ഹുഹും വസബഹു ഫത്ഹിഹിം, കാരണം അത് അവർ ഉണ്ടാക്കിയെടുത്ത ജീവിതാധ്വാനത്തിൻ്റെ ലാഭമാണ് അവരുടെ മുരീദന്മാർ കൊയ്തെടുക്കുന്നത്. അവരുടെ ഫതഹ് കാരണമാണ്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നുകൊടുത്തതിൻ്റെ കാരണത്താലാണ് ഇത് സംഭവിക്കുന്നത്. ജീവിതം മുഴുവനും കലിമത്ത് തൗഹീദിന്റെ വഴിയിലായി, ദിക്റിന്റെ വഴിയിലായി അശ്രദ്ധയെ പാടെ നീക്കം ചെയ്തുകൊണ്ട് റബ്ബിന്റെ വഴിയിൽ ചെലവഴിച്ചപ്പോൾ ആ ഒരു ലാഭത്തിൻ്റെ വിഹിതം അവരോട് കൂടിയ ആളുകൾ നേടിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്. അതാണ് ഒരു കവി പറയുന്നത്, ബിദബ്ഹിൻ നുഫൂസി വഹത്തിർ റൂസി തുസ്ഫൽ കുഊസ്, സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛകളോട് പടവരുതി അതിനെ അറുക്കുമ്പോൾ, അതുപോലെ തല കുനിച്ചു കൊടുത്തുകൊണ്ട് വിനയം കാണിക്കുമ്പോൾ അവിടെ അവരുടെ കോപ്പകൾ ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ തരത്തിലുള്ള അത്യുദ്ധാനങ്ങൾ ചെയ്യുക വഴി റബ്ബിൻ്റെ മാർഗത്തിൽ ശരീരവും കൊണ്ട് ആത്മാവ് കൊണ്ട് ഹൃദയം കൊണ്ട് സമർപ്പിതനാകുമ്പോൾ അവർക്ക് കിട്ടുന്ന കണക്കില്ലാത്ത നേട്ടങ്ങൾ, ആ നേട്ടങ്ങളുടെ ഭാഗമായിട്ട്
അവരുടെ വലയം ചെയ്തിട്ടുള്ള അവരുടെ മുരീദന്മാര് നേടിയെടുക്കുന്നതിനെക്കുറിച്ച് ഒരു തെറ്റും പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇതിലൂടെ മഹാനവറുകൾ വിശദീകരിക്കുന്നത്. ലാകിന്നഹും യുർഷിദൂനഹും മിനൽ ഹദറത്തി, അവരെ ഇത്രയേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ട് മശായിഖന്മാര് മൗനം പാലിക്കുന്നു. അവര് മൗനം പാലിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവരെ ഹദറത്തുൽ ഖുദ്സി, അല്ലാഹുവിൻ്റെ ഹദറത്തിൽ എത്തിക്കുക എന്നുള്ള ഒരു സദുദ്ദേശത്തോടുകൂടെയാണ്. ഹത്താ യഫ്നൂഹും അൻ ശുഹൂദിൽ വാസിതതി, ഒരു മാധ്യമമില്ലാതെ റബ്ബിനെ അനുഭവിക്കാൻ കഴിയുന്ന ഇടത്തേക്ക്, ഫനാ ആകുന്ന ഒരു അവസ്ഥയിലേക്ക്, റബ്ബിൽ ഫനാ ആകുന്ന, റബ്ബിൻ്റെ ഫിഇലുകളിൽ ഫനാ ആകുന്ന, റബ്ബിൻ്റെ സിഫത്തിൽ ഫനാ ആകുന്ന, ദാത്തിൽ ഫനാ ആകുന്ന ഒരവസ്ഥയിലേക്ക് അവര് മാറുന്നതിന് വേണ്ടി അവര് ക്ഷമയോടുകൂടെ അവർക്ക് കിട്ടിയ നേട്ടങ്ങളെ അവര് പങ്കുകൊടുക്കുന്നു എന്നുള്ളതാണ്. ഫയകൂനു തഅലീമുഹും വഹത്തു റൂസ് റഅസിഹിം ഇന്നമാ ഹുവ ലില്ലാഹി ലാ ലിഗൈരി. അവരെ ആദരിക്കുകയും അവർക്ക് വേണ്ടി തലകുനിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് മുഴുവനും അല്ലാഹുവിന് വേണ്ടി മാത്രമാണ്, മറ്റൊന്നിനുമല്ല. വഹീനയിദിൻ, അങ്ങനെ മഹാന്മാരിലൂടെ തർബിയത്ത് നേടി അവർക്ക് അല്ലാഹു ഫതഹാക്കി കൊടുത്തത്, ആ വഴിയിലൂടെ മുന്നേറി യകൂനൂന റബ്ബാനിയീന ഉലമാഅ ബില്ലാഹി മുഖറബീന, അല്ലാഹുവിനെ കുറിച്ച് അറിയുന്ന പണ്ഡിതന്മാരായി അവര് മാറുന്നു. ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ച അറിവല്ല, റബ്ബാനിയായ ആലിമായി അവര് മാറുന്നു. അല്ലാഹുവിനോട് അടുപ്പപ്പെട്ടവരായി മാറുന്നു. വകാന ശൈഖുനാ യഖൂൽ, മഹാനരായ ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ്, നമ്മളുടെ ശൈഖ് അവറുകൾ പറയാറുണ്ടായിരുന്നു, ലാ തസൂറുനി, നിങ്ങൾ എന്നെ സിയാറത്ത് ചെയ്യുന്നത്, അല അന്നി ശൈഖുക്കും, ഞാൻ നിങ്ങളുടെ ശൈഖാണ് എന്ന ഒരു രീതിയിൽ ആവരുത്. വലാകിൻ ഇഅരിഫു ഫീനാ, മഅരിഫത്തിന് വേണ്ടിയാണ് എന്ന നിയ്യത്ത് വേണം. വഫ്നു അൻ റുഅയതി ഹിസ്സിന, പദാർത്ഥ ലോകത്തുള്ള മനുഷ്യന്റെ ചിന്തകളെ ഒഴിവാക്കി റൂഹിയായ കാഴ്ചകളിലേക്ക് മനുഷ്യൻ മാറാൻ വേണ്ടി ആ ഒരു നിയ്യത്തിലായിരിക്കണം എന്ന് പറയുന്നു. ഹത്താ യകൂന തഅദീമു ഇന്നമാ ഹുവ ലില്ലാഹി റബ്ബിന. അപ്പൊ നോക്കുമ്പോ കാണുന്ന കാഴ്ചകൾ മുഴുവനും അല്ലാഹുവിനായി മാറും. ആ ഒരു തരത്തിലേക്ക് അവന്റെ ചിന്തയും കാഴ്ചയും അവന്റെ ബോധത്തെയും വളർത്തിയെടുക്കപ്പെടും. ആ ഒരു നിയ്യത്തായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ മശായിഖന്മാരെ ആദരിക്കുന്നത് അതിരറ്റ് ആദരിച്ചു കഴിഞ്ഞാലും അത് റബ്ബിനാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നം ഉദിക്കുന്നില്ല. ആ ഒരു മനുഷ്യന്റെ മറ, പദാർത്ഥ ലോകത്തുള്ള അവന്റെ ചിന്ത അല്ലെങ്കിൽ ആ തടസ്സമാണ് ശിർക്കായി പോകുമോ എന്നുള്ള ഒരു പേടിയിലേക്ക് അവനെ എത്തിക്കുന്നത്. ഫദലാലത്തുൽ അശ്യാഖി ലിൽ ഫുഖറാഇ അല തഅദീമി വൽ അദബി ലൈസ ദാലിക മഖ്സൂദൻ ലിഅൻഫുസിഹിം. മഹാന്മാരായ മശായിഖന്മാരെ അതിരറ്റ് ആദരിക്കുന്ന മുരീദന്മാർ, ആ മുരീദന്മാരെ ആദരിക്കുന്നത് അവരെ അദബ് കാണിക്കുന്നത് ആ മശായിഖന്മാർക്ക് വേണ്ടി എന്ന ഉദ്ദേശത്തിലല്ല, മറിച്ച് അവരെ അല്ലാഹുവിലേക്ക് അടുക്കുന്നവരായി മാറി, അല്ലാഹുവിനെ അറിഞ്ഞവരായി മാറി, ഇഹ്സാനിന്റെ ബോധത്തിലേക്ക് വളർന്നു വരുന്നവരായി മാറണമെങ്കിൽ
തീർച്ചയായിട്ടും ഒരു ഗുരുവിൻ്റെ സഹവാസവും ആ ഗുരുവിലൂടെയുള്ള യാത്രയും നിർബന്ധമാണ് എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റബ്ബിനെ തൊട്ടറിയാൻ അവന് സാധിക്കുകയുള്ളൂ. അവൻ്റെ ഇന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള ഒരു കാഴ്ചയുടെ ലോകത്തെക്കുറിച്ച് അവൻ അറിയണമെങ്കിൽ മഹാന്മാരുടെ അവരുടെ അറിവിലേക്കും അവരുടെ സഹവാസത്തിലേക്കും അവരുടെ സുഹബത്തിലും ഒക്കെയായി കഴിയൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ്. വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മത്തിൻ സുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅകും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന. ലോകത്ത് വന്ന എല്ലാ അംബിയാ മുർസലീങ്ങളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ ചെയ്തിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള കരാറാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ അമ്പിയാക്കളുടെയും കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളയാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ആ ഒരു കരാർ ചെയ്തു എന്നുള്ളത് ആ സൂറത്ത് ആൽ ഇമ്രാനിലെ 81-ാമത്തെ ആയത്തിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രന്ഥവും ഹിക്മത്തും നൽകപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു റസൂല് നിങ്ങളുടെ അടുത്തുള്ളത് വാസ്തവമാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ സഹായിക്കുകയും അവരെ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യണം. ലോകത്ത് വന്ന എല്ലാ നബിമാരും ആ നബിമാരൊക്കെ അവരുടെ ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുത്തത്, അറിയിച്ചു കൊടുത്തത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്. ആ നബി ലുഹൂറാകുകയാണെങ്കിൽ, നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ലുഹൂറാകുകയാണെങ്കിൽ നമ്മൾ അവരെ വിശ്വസിക്കുകയും അവരുടെ പിന്നിൽ നിന്ന് ഉമ്മത്തിയായി സഹായിക്കുകയും ചെയ്യണം എന്ന് എല്ലാ നബിമാരും അവരുടെ ഉമ്മത്തിനോട് പറഞ്ഞു കൊടുത്തിരിക്കണം എന്നുള്ള കരാറ്. എന്നിട്ട് കാല ആക്രർത്തും അല്ലാഹു ചോദിച്ചു, നിങ്ങൾ അംഗീകരിച്ചോ? വഅഖദ്തും അലാ ദാലികും ഇസ്രി, നിങ്ങൾ അതിൽ ഉറപ്പാക്കിയോ? ഖാലു, എല്ലാ നബിമാരും പറഞ്ഞു അഖറർന. അങ്ങനെ അല്ലാഹു സാക്ഷി നിൽക്കുകയും ചെയ്യുകയുണ്ടായി. ഇതിന്റെ വിശദീകരണം മഹാനരായ ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്, കമാ അഖദല്ലാഹുൽ അഹ്ദ അലൽ അംബിയാഇ വ ഉമമിഹിം ഫിൽ ഈമാനി ബിഹി അലൈഹിസ്സലാം. ലോകത്തുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച എല്ലാ നബിമാരും അതോടൊപ്പം അവരുടെ ഉമ്മത്തികളും ആ ഉമ്മത്തികളോടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ സ്വീകരിച്ചല്ലോ, കരാർ ചെയ്തല്ലോ. ഫിൽ ഈമാനി ബിഹി, മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയിൽ വിശ്വസിക്കണം എന്നതുപോലെ അഖദൽ മീസാഖ അലൽ ഉലമാഇ വ അത്ബാഇഹിം മിനൽ ആമത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ സ്വീകരിച്ചിട്ടുണ്ട് അലൽ ഉലമാഇ, പണ്ഡിതന്മാരോടും, വ അത്ബാഇഹിം, അവരുടെ പിൻഗാമികളോടും അവരെ പിന്തുടരുന്ന ആളുകളോടും, മിനൽ ആമ്മത്തി, പൊതുജനങ്ങളിൽ നിന്ന്. പണ്ഡിതന്മാരായ ആളുകൾ അവരെത്ര ഗ്രന്ഥങ്ങൾ പഠിച്ചവരാണെങ്കിലും അവരെ പിന്തുടരുന്ന സാധാരണക്കാരായ ആളുകൾ, അവരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ സ്വീകരിച്ചിട്ടുണ്ട്, കരാർ ചെയ്തിട്ടുണ്ട്. ലൈൻ അദ്റകു
വലിയ്യം മിൻ ഔലിയാഇല്ലാഹ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ നിന്ന് ഏതെങ്കിലും ഒരു വലിയനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ, കിട്ടിക്കഴിഞ്ഞാൽ, ഹാമിലൻ ലിവാ അൽ ഹഖീഖത്തി, ഹഖീഖത്തിൻ്റെ കൊടിവാഹകരായിട്ടുള്ള ഔലിയാക്കളെ കണ്ടുകഴിഞ്ഞാൽ, മുസദ്ദിഖൻ ലിമാ മഅഹും മിനശ് ശരീഅത്തി, ശരീഅത്തിനെ പൊളിക്കുന്ന ഒരു സംഗതിയും ചെയ്യാതെ അതിനെ വാസ്തവീകരിക്കുന്നവരായി ഒരു വലിയനെ കണ്ടുകഴിഞ്ഞാൽ, ലയുഅ്മിനന്ന ബിഹി വലയൻസുറുന്ന, ലയുഅ്മിനുന്ന ബിഹി വലയൻസുറുന്ന, ആ റസൂലിൽ അവർ, ആ വലിയിൽ അവർ വിശ്വസിക്കുകയും ആ വലിയനെ അവര് സഹായിക്കുകയും ചെയ്യണം എന്ന് മഹാനരായ ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വളരെ പച്ചയായിട്ട് ഇതിൻ്റെ വിശദീകരണം കൊടുത്തതാണ്. ലോകത്തെ എല്ലാ നബിമാരും മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പയെ വിശ്വസിക്കണം എന്ന് മുന്നറിയിപ്പ് നൽകുകയും അവരുടെ ഉമ്മത്തിനെ അറിയിക്കുകയും ചെയ്ത് ജീവിച്ചുവെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ ജീവിത കാലഘട്ടത്തിൽ അത് പണ്ഡിതനാവട്ടെ, സാധാരണക്കാരായ ആളുകളാവട്ടെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ നിന്ന് ഹഖീഖത്തിൻ്റെ കൊടിവാഹകരായിട്ട് ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്, മഅരിഫത്ത്, ഇങ്ങനെ പോകുന്നതിൽ ഹഖീഖത്തിൻ്റെ കൊടിവാഹകരായിട്ടുള്ള ഔലിയാക്കളെ കണ്ടുകഴിഞ്ഞാൽ അവരെ വിശ്വസിക്കുകയും അവരെ പിടിക്കുകയും അവരുടെ പിന്നിൽ നിലകൊള്ളുകയും ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കരാറ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഫമൻ തവല്ല വഅറള അനിൽ ഇദ്ആനി ഇലൈഹിം, ആരെങ്കിലും മുഖം തിരിക്കുകയാണെങ്കിൽ, അവർക്ക് കീഴടങ്ങുന്നതിന് വിസമ്മതം കാണിക്കുകയാണെങ്കിൽ, ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവർ തമ്മാടികളാണ്. അൽ ഖാരിജൂന അൻ ദാഇറത്തിൽ വിലായത്തി, വിലായത്തിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയവരാണ്. മഹ്റൂമൂന മിൻ സാബിഖിൽ ഇനായത്തി, പ്രത്യേകമായ അള്ളാഹുവിൻ്റെ നോട്ടം കിട്ടിയ ആളുകളിൽ നിന്ന് അവര് തടയപ്പെട്ടവരാണ്, പുറത്തായവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെയൊക്കെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത് ഹഖീഖത്തിൻ്റെ കൊടിവാഹകരായ നമ്മളുടെ ശൈഖ് തങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയും കലിമത്ത് തൗഹീദിൻ്റെ കാമിലായ വഴിയിലായിട്ട് നമുക്ക് നിലകൊള്ളാൻ കഴിയുകയും ചെയ്തു. അതാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്. അള്ളാഹു പ്രത്യേകമായി കനിഞ്ഞരുളിയ ആളുകൾക്കാണ് ഔലിയാക്കളിലേക്ക് എത്താൻ കഴിയുന്നത്. തേടിയവരുടെ തേട്ടമൊന്നും ഒരിക്കലും വിഫലമാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാൾ വരെ മശായിഖന്മാരുടെ സിൽസില വെച്ചിട്ടുണ്ട്. അത് മുറിഞ്ഞു പോവുകയില്ല എന്നുള്ളത് മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ പറഞ്ഞതാണ്. ഇന്നയദീ ഹാദില ദായിമത്തുൻ ലിമൻ യുരീദു ത്വരീഖി
വഹിയ ഖായിമത്തുൻ ഖാമത് ബിഹാ അൻഫുസുൻ ലിർറുശ്ദി റായിമത്തുൻ. വളരെ വ്യക്തമായി കുതുബിയത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇന്നയദി, എൻ്റെ കയ്യ്, എൻ്റെ പരിശുദ്ധമായ കരം, ഹാദി, ഈ കരം, ലദായിമത്തുൻ, എന്നെന്നും നിലനിൽക്കുന്നതാണ്, മുറിഞ്ഞു പോവുകയില്ല. എൻ്റെ കൈ മുറിഞ്ഞു പോവുകയില്ല, എൻ്റെ സിൽസില മുറിഞ്ഞു പോവുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നയദി ഹാദി ലദായിമത്തുൻ ലിമൻ യുരീദു ത്വരീഖി, എൻ്റെ വഴി ആഗ്രഹിച്ച് മോഹിച്ച് കൊതിച്ച് പ്രാർത്ഥിച്ച് നിൽക്കണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നിരാശപ്പെടണ്ട. എൻ്റെ കൈ എന്നും നിലനിൽക്കും. ലിമൻ യുരീദു ത്വരീഖി വഹിയ ഖായിമത്തുൻ ഖാമത് ബിഹാ അൻഫുസുൽ ലിർറുശ്ദി റായിമത്തുൻ. റുഷ്ദ്, സന്മാർഗം, ഹിദായത്ത് ആഗ്രഹിച്ച് മോഹിച്ച് നിൽക്കുന്ന മനുഷ്യ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൈകൾ, എൻ്റെ കൈ, എൻ്റെ കരം, പരിശുദ്ധമായ കരം എൻ്റെ മശായിഖന്മാരിലൂടെ നിലനിൽക്കുന്നതാണ്. മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞു, വഖുൽത എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞ പരിശുദ്ധമായ വചനമല്ലേ യാ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പാന്ന് വളരെ ബഹുമാനത്തോടെ ആദരവോടെ നമ്മൾ കുതുബിയത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ വഴി മുറിഞ്ഞു പോയിട്ടില്ല എന്ന് അത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പച്ചയായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മശായിഖന്മാര് ത്വരീഖത്തിന്റെ വഴിയിലുള്ള മശായിഖന്മാർ, ആ മശായിഖന്മാരിൽ ഇന്നദ്റകൂ വലിയം മിൻ ഔലിയാ ഇല്ലാഹ് ഹാമിലൻ ലിവാ അൽ ഹഖീഖത്തി, ഹഖീഖത്തിന്റെ കൊടിവാഹകനായിട്ട് ഔലിയാക്കളിൽ നിന്ന് ആരെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ഹഖീഖത്തിന്റെ കൊടിവാഹകനായിട്ട് എന്നാ പറഞ്ഞു. ഹഖീഖത്തിന്റെ വഴിയിലേക്ക് ആ ബഹറിൽ മുങ്ങി അതിൻ്റെ ആഴങ്ങൾ കണ്ട് അതിൽ നിന്ന് മുത്തുപെറുക്കിയ വലിയമാര്, മശായിഖന്മാര്, മുറബ്ബിയായ മശായിഖന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവരെ വിശ്വസിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. കലിമത്ത് തൗഹീദിന്റെ കാമിലായ ഖാദിരിയ ത്വരീഖത്തിന്റെ വഴിയിലായി നിലയുറപ്പിക്കാനുള്ള തൗഫീഖ് റബ്ബ് തന്നെ നമുക്ക് തരണം. കാരണം നമ്മക്ക് റബ്ബ് എത്തിച്ചു തന്ന വലിയൊരു നിധിയാണിത്. ആ നിധിയിൽ നമ്മളുടെ സാമർഥ്യവും നമ്മളുടെ കഴിവും ഒന്നുമല്ല നമ്മളെ നിലനിർത്തുന്നത്. റബ്ബിൻ്റെ മഹലോയ ഫضല്, മഹല് എന്ന് പറഞ്ഞ കരടില്ലാത്ത ഫضല്, അതിൽ മനുഷ്യന്റെ ഒരു പങ്ക് അതിലില്ല. റബ്ബിൻ്റെ മഹലായ ഫضല് മാത്രമാണ് എന്നറിയുമ്പോൾ അതിലെത്തി എന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ ദീർഘമായ വഴിയിൽ നിലനിൽക്കുക എന്നുള്ളത് അതിനേക്കാളേറെ പേടിപ്പെടുത്തുന്നതും, ഇസ്തിഖാമത്തിന്റെ വഴി എന്ന് പറയുന്നത് വളരെയേറെ ദുർഘടമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിൽ നിലനിൽക്കണം എന്നുള്ളതാണ് നമ്മളുടെ എപ്പോഴുള്ള പ്രാർത്ഥന വേണ്ടത്. ഫൈനൽ ഹഖീഖത ഹിയ ലുബ്ബു ശരീഅത്തി വഖുലാസതുഹാ. ഹഖീഖത്ത് എന്ന് പറയുന്നതാണ് ശരീഅത്തിന്റെ കാതല്, അതിൻ്റെ ഉള്ളറ. അപ്പോൾ ഹഖീഖത്ത് ഉണ്ടാവണം. ഹഖീഖത്തുള്ള ഒരു വലിയായിരിക്കണം
ഒരു വലിയിൽ പോയി നമ്മൾ തേടേണ്ടത് ഹഖീഖത്തുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ ആ ഹഖീഖത്തുണ്ടോ എന്നറിയാനുള്ള കണ്ണ് നമ്മൾക്കുണ്ടാകൂല. നമ്മൾ അവർക്ക് കീഴടങ്ങിക്കൊടുത്ത് അവരോട് സഹവസിച്ച് ജീവിക്കുമ്പോൾ മഹലായ ഫളുണ്ടെങ്കിൽ ഹഖീഖത്തിൻ്റെ മഹാനാണെന്ന് നമുക്ക് തിരിയും. അല്ലാതെ ശരീഅത്തിൻ്റെ കണ്ണുമായി നമ്മൾ മഹാന്മാരെ സമീപിച്ചാൽ ഹഖീഖത്തിൻ്റെ കൊടിവാഹകരായ ഔലിയാക്കളെ കണ്ടെത്താൻ കഴിയുകയില്ല. ഫഇന്നമാ മസലുൽ ഹഖീഖത്തി വശരീഅത്തി കർറൂഹി ലിൽ ജസദി. ശരീഅത്തും ഹഖീഖത്തും എന്ന് പറയുന്നത് ശരീരത്തിന് റൂഹ് എന്നതുപോലെയാണ്. ശരീഅത്ത് ശരീരമാണെങ്കിൽ ഹഖീഖത്ത് റൂഹാകുന്നു, ആത്മാവാകുന്നു. വശരീഅത്തു ബിലാ ഹഖീഖത്തിൻ ജസദും ബിലാ റൂഹിൻ. ഹഖീഖത്തില്ലാത്ത ശരീഅത്ത് റൂഹില്ലാത്ത ജസദ് പോലെയാണ്. ശരീഅത്തില്ലാത്ത ഹഖീഖത്ത് റൂഹും ബിലാ ജസദിൻ, ശരീരമില്ലാത്ത റൂഹ് പോലെയാണ്. ഫലാ ഖിയാമ ലിഹാദാ ഇല്ലാ ബിഹാദാ. ഒന്ന് മറ്റൊന്നിന് നിലനിൽക്കണമെങ്കിൽ അനിവാര്യമാണ്. ഫമൻ തശറഅ വലം യതഹഖഖ് ഫഖദ് തഫസ്സഖാ. ശരീഅത്ത് പാലിച്ചു ഹഖീഖത്ത് പാലിച്ചില്ലെങ്കിൽ ഫാസിഖായി. ഹഖീഖത്ത് പാലിച്ചു ശരീഅത്ത് പാലിച്ചില്ലെങ്കിൽ സിന്ദീഖായി. വമൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖാ. രണ്ടും പാലിച്ചു കഴിഞ്ഞാൽ ഓന് ഹഖീഖത്തിലെത്തി. വമൻ ഖറജ അൻഹുമാ, ഇത് രണ്ടും ഇല്ലെങ്കിലോ ഫഖദ് ഖറജ അൻ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് തന്നെ പുറത്തുപോയി. ആത്മാവ് എന്ന് പറയുന്നതാണ് ശരീരത്തെക്കാൾ മഹത്വമുള്ളത്. അത് നമുക്കറിയുന്നതാണ്. ആത്മാവിനെ അറിയാനും ആത്മാവിൻ്റെ അമലുകൾ ചെയ്യാനുമുള്ള അറിവാണ് നമ്മൾക്ക് കിട്ടാത്തത്. അതിനാണ് നമ്മൾ മഹാന്മാരുടെ വഴി തേടുന്നത്. മഹാന്മാരുടെ വഴി തേടിയിട്ട് റൂഹിയായ ദിക്ർ ചെയ്ത് സ്വീകരിക്കപ്പെടുന്ന ദിക്ർ റൂഹിയായ ദിക്റാണ്. ആ റൂഹിയായ ദിക്റിലെത്തി ഹഖീഖത്തിനെ അറിയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മുരീദായി കഴിഞ്ഞാൽ പിന്നെ സ്വാദിഖായ മുരീദാവാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാന്മാരിലേക്ക് റബ്ബേ ഞങ്ങളെ നീ മഹാന്മാരുടെ പാദങ്ങളിലേക്ക് എത്തിച്ചു തന്നു. ഞങ്ങളെ നീ നിലനിർത്തിത്തരണേ അല്ലാഹ്. കലിമത്ത് തൗഹീദിന്റെ വഴിയിലായി ചിന്തകൾക്ക് പിഴവ് പറ്റാതെ ഞങ്ങളെ നീ നിലനിർത്തിത്തരണേ അല്ലാഹ്. നീ ആദരിച്ച ഒരു വലിയനെയും നിന്ദിക്കാതെ അറിഞ്ഞ് അവർക്കുള്ള ആദരവും അദബും കൊടുക്കാൻ, അങ്ങനെ നിന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന മഖ്ബൂലായ മുരീദന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ